ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ പടക്കളം കണ്ടിരിക്കുകയാണ്. പടക്കളം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മേളിലായി. ഞാനപ്പം ഇന്നലെയാണ് പോണത് ഈ സിനിമയ്ക്ക്. സത്യം പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്നെ പടമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ സിനിമ ഒരു 2-3 ദിവസം കണ്ട് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയെന്ന് ഞാൻ അറിയുന്നത് തന്നെ. സീരിയസ്ലി പറയാം. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് അങ്ങനെ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ തന്നെ ഏകദേശം 2 ഷോ കണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ 3 ഷോയും അത്യാവശ്യം ആൾക്കാർ എല്ലാവരും പടത്തിനുണ്ട്. എങ്കിലും അറിഞ്ഞറിഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. ഇപ്പം പടം ഞാൻ പറയാമല്ലോ, ഒരു കിടുപ്പടമാണ്. കാരണം നമുക്ക് ഇരുന്ന് തുടക്കം തൊട്ട് അവസാനം വരെ നിർത്താതിരുന്ന് നമുക്ക് ചിരിക്കുക. ആ ഒരു സെറ്റ് സാധനം ഈ പടത്തിനകത്തുണ്ട്. ഇതിനകത്ത് സുരാജേട്ടൻ, ഷറഫുദ്ദീൻ, ഈ 2 പേര് തകർത്താ. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. 2 പേരും അങ്ങ് ഒന്നിനൊന്നിനും മെച്ചോ. 2 പേരും തുടക്കം തൊട്ട് അവസാനം വരെ. കാരണം ഇതിനകത്ത് ഷറഫുദ്ദീന് ഇതൊരു സ്പോയിലർ റിവ്യൂ ആയിരിക്കും. അപ്പം നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ മാത്രം കാണുക. ഷറഫുദ്ദീൻ കൊടുക്കുന്നൊരു പണിയാണ്. പിന്നെ പണി തിരിച്ച് സുരാജ് ചെയ്യുന്നു. ആ ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പറയുന്നത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഒരുമാതിരി ഇതിഹാസ മൂവി ഇല്ല, മറ്റേ ഷൈൻ ടോം ചാക്കോട ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അതിനകത്ത് മോതിരം മോണ്. ഇത് നമ്മുടെ പകിടക്കളി തന്നെ. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്, അതായത് സുരാജേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് ഷറഫുദ്ദീൻ കയറുന്നു, ഷറഫുദ്ദീൻ്റെ ശരീരം സുരാജേട്ടൻ കയറുന്നു. ആ ഒരു സെറ്റപ്പ് സംഭവം കേട്ടോ. നല്ല രസമാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കിടുവായിട്ട്. ഞാൻ സീരിയസ്ലി പറയാം, നിങ്ങൾ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക. ആ ടെൻഷനും കാര്യങ്ങളെല്ലാം വെളിയിൽ വെക്കുക. നേരെ തിയേറ്ററിനകത്ത് കയറുക, ചിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കയറിയപ്പം കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഫാമിലിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് എൻ്റെ പൊന്നോ, ആ തിയേറ്റർ ഫുള്ള് കേൾക്കാൻ പറ്റും. അമ്മാതിരി ഇരുന്ന് ചിരിയായിരുന്നു എല്ലാവരും. കാരണം അമ്മാതിരി രീതിയിലാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നതും എല്ലാം കൊണ്ട് കിടുമെന്ന് വെച്ചാൽ കിടു. പിന്നെ നമ്മുടെ പടക്കളം മറ്റേ പാട്ടില്ലേ, ആ സംഭവവും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻ്റർവെൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കിടു സാധനമാണ് കേട്ടോ. എനിക്കെന്നാലും പടം പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ അങ്ങനെ ഒരുപാട് ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വന്നത്. ഒരുപാട് പേര് ഇപ്പം അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഈ സിനിമയ്ക്ക്. ഞാൻ സീരിയസിൽ പറയാം, ഇത് മസ്റ്റായിട്ട് പോയി കാണുക. അല്ലാതെ നിങ്ങൾ OTT വരാൻ വേണ്ടി നിൽക്കരുത്. തിയേറ്ററിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു 1 മിസ് തന്നെയാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്നാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായം നിങ്ങളത് പറയുക. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.